നമസ്കാരം. കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽക്കും അതിന് മുൻപും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രത്യേകിച്ചും ഈ കൺവെർഷൻ, മതം മാറ്റൽ, അതിൻ്റെ ഉസ്താദുമാരാണ് ഈ ക്രിസ്ത്യൻ പാതിരിമാർ, പെന്തക്കോസ്തുകാർ, മറ്റുള്ള വിഭാഗങ്ങളെല്ലാവരും. അതിനൊരു പേരിട്ട് വിളിക്കുന്നത്, ഞങ്ങൾ ഇവിടെ നിയമപ്രകാരം നിർബന്ധിത മതം മാറ്റം അരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളാരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ മതം മാറ്റം ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഞാൻ ഇടുക്കിയിലുള്ള സമയത്ത് അവിടെ മറയൂർ കഴിഞ്ഞിട്ട് ചമ്പക്കാട് ഒരു സ്ഥലമുണ്ട്. ചമ്പൽക്കാടല്ല, അത് ഭൂലാൻ ദേവിക്ക് ഉണ്ടായിരുന്നു. ഇത് ചമ്പക്കാട്. അത് മറയൂരിൽ നിന്നും പിന്നെയും ഒരു 10-15 കിലോമീറ്റർ മറ്റോ പോകണം, തമിഴ്നാട് ഏരിയയിലേക്ക് പോകണം. ആ സ്ഥലത്തിൽ കൂടെ പോകണം. ചമ്പക്കാട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ തമിഴ്നാട് ഏരിയ ആയിട്ട് മാറും, ഉടുമ്പൽപേട്ട ഭാഗം. അവിടെയുള്ള സമയത്ത് അവിടെ അതിനകത്ത് ക്ഷയരോഗം ബാധിച്ചവരുണ്ട്, മറ്റ് ആസ്തമ ബാധിച്ചവരുണ്ട്, പ്രമേഹം ബാധിച്ചവരുണ്ട്. എല്ലാവരുടെ ജീവിതശൈലി അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് സമ്മതി പത്രം വാങ്ങിച്ചിട്ട് ഇവർ ഗവൺമെൻറ് സംവിധാനങ്ങൾ അവരെ സ്വാധീനിക്കും. എന്നിട്ട് ഇവർക്ക് കിട്ടേണ്ടുന്ന അവകാശം, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്ഷയരോഗിയായിട്ടൊരാൾക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ 250 രൂപയും പിന്നെ അംഗീകൃത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബില്ലിൻ്റെ തുകയും ഇതിവർക്ക് ഒരു അവധി വെച്ച് 1 മാസത്തിലോ 2 മാസത്തിനുള്ളിലോ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഈ ആദിവാസികളുടെ, ട്രൈബൽസിൻ്റെ ആൾക്കാരുടെ ഒരു പ്രിവിലേജനാണത്. പക്ഷേ അതെവിടെ ചെല്ലണം, എങ്ങനെ, ഇതൊന്നും അറിയില്ല പലർക്കും. അപ്പോൾ ഈ കന്യാസ്ത്രീകളും ഇതുപോലെയുള്ള മതം മാറ്റൽ ആൾക്കാരൊക്കെ അവിടെ ചെന്ന് അവരുടെ വിശദാംശങ്ങളൊക്കെയും എടുത്ത് ഇവർ പോയിട്ട് ഗവൺമെൻറ്റിനെ സമീപിച്ച്, അല്ലെങ്കിൽ വേണ്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് ആ സ്വത്ത് കൈക്കലാക്കിയിട്ട് അത് ഇവർക്ക് കൊടുക്കും. അവരെടുക്കുന്നൊന്നുമില്ല കേട്ടോ, അത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഗവൺമെൻറ് എന്താണ്, സർക്കാർ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം മാസം അവർക്ക് 250 രൂപ കിട്ടുന്നു. അന്ന് വലിയ തുകയാണ്. ഞാൻ ഈ പറയുന്നത് 10, 25, 30, 32 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. അതുപോലെ മെഡിസിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞാൽ അവരുടെ മെഡിസിൻ കാര്യങ്ങൾ ഇവർ അംഗീകൃത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ അതും ഒരു കൊണ്ടു കൊടുക്കും. സ്വാഭാവികമായിട്ട് അവിടെ ഒരു തലമൊരുങ്ങുകയാണ്. ഇവർ കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ക്രിസ്ത്യാനികളായിട്ട് മാറും. ആ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇവർ. ഏതായാലും അങ്ങനെ ഒരുപാട് പേരെ അവിടെ മതം മാറ്റി. ഈ ചമ്പക്കാട് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലെല്ലാം അവിടുത്തും ഇങ്ങനെ മതം മാറ്റൽ വളരെ സുഖതരമായിട്ട് അവിടെ ഇങ്ങനെ നടന്നു വന്നു. ആരും ചോദിക്കാനും പറയാനും ആരുമില്ല. ഹിന്ദുക്കളുടെ കാര്യം അറിയാലോ, അവരെപ്പോഴും നിസ്സംഗവാദികളാണല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലിരിക്കുന്നവരാണ് അവർ. ഏതായാലും ഈ ഒരു സാഹചര്യം, ഈ ഒരു മതം മാറ്റൽ പ്രോഗ്രാം വളരെ വലിയ രൂപത്തിൽ ആസൂത്രണം ചെയ്ത് വേൾഡ് വിഷൻ ഇന്ത്യ അങ്ങനൊരു പ്രോഗ്രാമുണ്ട്. വേൾഡ് വിഷൻ ചൈന, അല്ലെങ്കിൽ വേൾഡ് വിഷൻ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പോലെ വേൾഡ് വിഷൻ ഇന്ത്യ അങ്ങനെ ഒന്നുണ്ട്. ഇവർ ചെയ്യുന്നത്, ഇവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഇവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വാടകയ്ക്ക് വീടെടുക്കും. എന്നിട്ട് അവിടെ ബോർഡ് വയ്ക്കും, വേൾഡ് വിഷൻ ഇന്ത്യ എന്നുള്ള ബോർഡ് വയ്ക്കും. അതിനകത്തൊരു മാനേജറുണ്ട്, അയാളെ സാറെന്നാണ് വിളിക്കുക. അയാൾക്ക് 3 അസിസ്റ്റൻറ്റുമാരുണ്ടാവും, ഒരാണും 2 പെണ്ണുങ്ങളും ഉണ്ടാവും, അവിടെ അസിസ്റ്റൻറ്റുമാരായിട്ടുണ്ടാകും. ഈ ഗ്രാമത്തിൽ ചെന്ന്
അവർ പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ പോലെയുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ മരുന്ന് എന്നിത്യാദി കാര്യങ്ങളിൽ ലോപം വരുന്ന ആളുകൾക്ക് അവരാൽ കഴിയുന്ന പോലെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്ന പോലെ മത്സ്യത്തിന് പിടിക്കാനും വേണ്ടിയിട്ട് തീറ്റയാണ് കൊടുക്കുക. അതുപോലെ നല്ല മത്സ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങൾക്കും തീറ്റ കൊടുക്കും. ഇത് തീറ്റ പുഴുക്കളൊക്കെയാണല്ലോ, അത് ചൂണ്ടയിൽ കൊടുക്കുന്ന പരിപാടിയാണ് ഈ വേൾഡ് വിഷൻ ഇന്ത്യ ചെയ്യുന്നത്. ഇവരവിടെ ചെന്ന് അവരുടെ ആൾക്കാർ വരും, കുട്ടികളെ പഠിപ്പിക്കും, ട്യൂഷനെടുക്കും, കുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മാത്രമല്ല പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ അവിടെയുള്ള കാളി, കൂളി, സകല, വിഷ്ണു, എല്ലാവരും, ശിവനും എല്ലാം ഉണ്ട്. ഒരിക്കൽ പോലും ഒരു കൺവെർഷൻ്റേതായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ആയിട്ടുള്ള യാതൊരു രൂപം അവർ കാണിക്കില്ല. അങ്ങനെ 3 വർഷം കഴിയുമ്പോൾ അവരവിടുന്ന് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകുമ്പോൾ സെൻഡ് ഓഫ് കർമ്മങ്ങളപ്പോൾ അവിടെ എല്ലാവരും കൂട്ടക്കരച്ചിലാവും. അതോ നിങ്ങൾ പോയി ഞങ്ങളിങ്ങനെ ജീവിക്കാൻ, നിങ്ങൾ ഞങ്ങളുടെ ഈശ്വരനാണ്, ഈശ്വരന്മാരാണ്, മറ്റാണ് മറിച്ചാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഞങ്ങളുടെ വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം നിൽക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ കോതമംഗലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ നെയ്യാറ്റിൻകരയ്ക്ക് പോവുകയാണ്, ഞങ്ങൾ വല്ലപ്പോഴേക്കും വരാം, നിങ്ങൾ വല്ലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്തേക്കും പറയൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കാര്യമെല്ലാം ഞങ്ങൾ ഇന്ന പള്ളിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടുത്തെ അച്ഛനോടും അവിടുത്തെ കന്യാസികളോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട് ഞങ്ങളോട് പറഞ്ഞ പോലെ അവരോടും പറയാം. ഇവിടെ എവിടെയെങ്കിലും വെച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ ഞൊടിച്ചാൽ മതി, അവരോടനെ തന്നെ ക്രിസ്ത്യാനികളായിട്ട് മാറും. വേൾഡ് വിഷനൊക്കെയും അതിനുവേണ്ടി നടക്കുകയാണ്. തമിഴ്നാട്ടിൽ ദിനകരൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, ലക്ഷങ്ങളെയാണ് അവിടെ മതം മാറ്റിയതെന്നർത്ഥം. ഇതിനു വേണ്ടുന്ന പൈസ യൂറോപ്പിലൊക്കെയുള്ള വലിയ വലിയ പണക്കാർ, അതുപോലെ അവിടുത്തെ ജോലിക്കാർ, അവരുടെ മൊത്തം ശമ്പളത്തിൻ്റെ 3%, അതായത് 1000 രൂപ കിട്ടുമ്പോൾ 30 രൂപ അവർ മാറ്റിവെക്കും. അത് ഈ വേൾഡ് വിഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. അത് വെച്ചാണ് ഇവിടെ കളി. വിദേശത്ത് ഇപ്രകാരം വരുന്ന 1-2 രൂപയല്ല, കോടികളാണ് വിദേശത്ത് നിന്ന് വരുന്നത്. ഈ വിദേശത്ത് നിന്ന് വരുന്ന രൂപയ്ക്ക് ആരാ കണക്ക് ചോദിക്കേണ്ടത്? ഇവിടുത്തെ ഗവൺമെൻറ്. ആരാണ് ഗവൺമെൻറ്? കോൺഗ്രസ് കണക്ക് ചോദിക്കുമോ? കോൺഗ്രസ് കണക്ക് ചോദിക്കില്ല. ആയതുകൊണ്ട് തന്നെ ഒരു തടസ്സവുമില്ലാതെ ഈ കൺവെർഷൻ പ്രോഗ്രാം ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJP അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിൽ BJP അധികാരത്തിലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ എഴുതി വയ്ക്കപ്പെടാത്ത നിയമമല്ല, എഴുതി വെച്ചവരുടെ നിയമം എന്താണ്? ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. അവരെഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് പ്രകാരം ഇവരിവിടെ കാണിച്ചു കൂട്ടുന്ന, പണ്ട് മദർ തെരേസ എന്ന് നമ്മളെ കൊണ്ട് വിളിപ്പിച്ച ഒരു പെണ്ണ്, അവൾ യൂറോപ്പിൽ നിന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയത് മുഴുവൻ കശ്മലത്തരം. അതാണ് അവൾ കാണിച്ചു കൂട്ടിയത് മുഴുവൻ. ഇവിടെ മതം മാറ്റം, വേറൊന്നുമില്ല, മതം മാറ്റം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഇവിടെ വരുന്ന സമയത്ത് 2000 ഇവാഞ്ചലിസം 2000 എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ടാണ് വന്നത്. 2000 ആണ്ടോട് കൂടിയിട്ട് ഇന്ത്യയെ ഇവാഞ്ചലൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവളിവിടെ വരുന്ന സമയം എത്ര ശതമാനം ഹിന്ദുക്കളുണ്ടോ അതിൽ നിന്ന് 0.5%, 1% ഹിന്ദുക്കൾ കൂടിപ്പോയി എന്നല്ലാണ്ട് കുറഞ്ഞു പോയിട്ടില്ല. ഏതായാലും ഈ വിദേശത്തു നിന്ന് വരുന്ന ഈ തുകകൾക്ക്, ഈ കോടിക്കണക്കിന് വരുമാനം, അതിനിപ്പോൾ അവിടേക്കൊരു നോട്ടം വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വരുന്ന തുക അത് എത്രയാണെന്ന് ഞങ്ങളോടൊന്ന് പറയണം. പുറത്ത് വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് ഞങ്ങളോട് പറയണം. ഇതാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ FCR റെഗുലേഷൻ ആക്ട് അങ്ങനെ മറ്റോ പറയുകയായിരുന്നു. FCR അതിനങ്ങനെ ഒരു ആക്റ്റും ഒരു നിയമവും ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് വരുന്ന തുകയ്ക്ക് കണക്ക് ചോദിക്കരുത് എന്നുള്ള വാക്കൊന്നും പറയാൻ പറ്റാതായ സാധനം. അതിൽ അധികാരം തങ്ങൾക്കില്ല എന്നുള്ള നല്ല ബോധം ഇപ്പോൾ ഇവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്, അച്ഛന്മാർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. സാധാരണക്കാരൻ ബാങ്ക് ലോണിന് പോലും കണക്ക് കൊടുക്കണം. നമ്മൾ കൊടുത്തില്ലെങ്കിലും പാൻ കാർഡ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. നമ്മൾ അപ്പുറത്തേക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു ദ്വാരത്തിൽ കൂടെ കൊടുക്കുമെന്ന് വെച്ചോളൂ. ഈ ദ്വാരത്തിലൂടെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ
ഇവിടെ നിന്നുള്ള ഇത് പണമാണെന്ന് വെച്ചോളൂ, നീല പേന പണമാണെന്ന് വെച്ചോളൂ. ഈ പണം അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പോൾ അവരവിടെ നിന്ന് വാങ്ങിക്കുന്നു. ഈ കാണുന്നത് എന്താ അറിയുമോ? ഇതാണ് പാൻ കാർഡ്. ആ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. അപ്പം നമ്മൾ 100 രൂപ അങ്ങോട്ട് കൊടുത്താലും 100 രൂപ ഇങ്ങോട്ട് കൊടുത്താലും ഉടനെ തന്നെ പാൻ കാർഡ് അത് അറിയുന്നു, ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയുന്നു. പണ്ടങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റും. പൈസ കൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ അപ്പോൾ പറയാണ്, സ്വാമി എനിക്ക് അത്യാവശ്യമായിട്ടൊരു 10,000 രൂപ വേണം, എൻ്റെ ബാങ്ക് അക്കൗണ്ട് തരാം, അവിടെ കൊണ്ടിട്ടോളൂ എന്ന് പറയുന്നു. ഞാൻ അവിടെ കൊണ്ട് നിങ്ങളുടെ പേരിൽ 10,000 രൂപ നോട്ടായിട്ട് കൊണ്ടുകൊടുത്ത് അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബാങ്ക് ടു ബാങ്ക് 5,000 രൂപ 10,000 രൂപയുടെ കാര്യമല്ല പറയണത്, വൻ തുകകൾ. അത് ബാങ്ക് ടു ബാങ്ക് എന്ന രീതിയിൽ ഗവൺമെൻറ് അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നായി കഴിഞ്ഞു. എന്നിട്ടും അതിനെ മറികടക്കുന്ന വിധത്തിലുള്ള രാജ്യദ്രോഹം നടത്തിക്കൊണ്ടാണ് ഇവർ വീണ്ടും ഈ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നത്. ആണ് പറഞ്ഞു വരുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളെ ലോണിന് പോലും കണക്ക് കൊടുക്കണം. കച്ചവടക്കാരൻ GST അത് ഫയൽ ചെയ്യണം. പിന്നെ NGOകൾക്ക് മാത്രം ഇളവ്. ഏത് NGOകൾക്ക്? മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇവരും. അത് എന്തിനു വേണ്ടിയിട്ടാണ് NGO? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് മറ്റാണ് അതിൻ്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ്? മുഴുവൻ മതം മാറ്റത്തിന് വേണ്ടിയിട്ട്, അഥവാ മതപ്രചാരണത്തിന് വേണ്ടിയിട്ട്. ഇതിൽ ഈ ഒരു കാര്യം, ഇതിൻ്റെ ഒരു ലേഖനം എഴുതിയ ആൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വിദേശത്ത് നിന്ന് വരുന്ന കോടികളുടെ കണക്ക് സാധാരണ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ അനുഭവിച്ചൊരു സത്യം ഞാൻ പറയാം. അദ്ദേഹം പറയുകയാണ്, ലേഖകൻ പറയുകയാണ്, ചെറുപ്പത്തിൽ എൻ്റെ കുടുംബത്തിലെ 9 പേരെയും അർദ്ധനഗ്നരാക്കി ഫോട്ടോ എടുത്ത് പട്ടിണി പാവങ്ങൾ എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് അയച്ചു. എൻ്റെ അനുഭവമാണ്. ലക്ഷങ്ങൾ വന്നു. ഞങ്ങൾക്ക് കിട്ടിയതോ തുച്ഛമായിട്ട്, കിട്ടിയില്ല എന്ന് തന്നെ പറയാവുന്നൊരു കാര്യം. ഇത്തരം തട്ടിപ്പ് അവസാനിപ്പിക്കാൻ FCRA അത്യാവശ്യമാണ്. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് അത് ഉറക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്ര സർക്കാർ FCRA ചട്ടം കർശനമാക്കിയതിൻ്റെ വാർത്തയ്ക്ക് താഴെ വന്ന ഒരു അനുഭവത്തിൻ്റെ കമൻ്റാണ് ഇപ്പം ഞാൻ വായിച്ചത്. നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് നിയമത്തെ പേടിക്കാൻ ഒരു കാരണവുമില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കൊണ്ടുവന്ന FCRA ഭേദഗതി എല്ലാ മതസ്ഥരുടെയും NGOകൾക്കും ഒരുപോലെ ബാധകമാണ്. NGO എന്ന് പറയുമ്പോൾ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്, ചാരിറ്റിക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ആ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇത് NGO നോൺ ഗവൺമെൻറ്റൽ പ്രോഗ്രാമാണ്. പക്ഷേ ചിലർക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ FCRയുടെ കാര്യം പറയുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമാണ് ഇരിപ്പുറയ്ക്കാതെ വരുന്നത്. അവരാണ് കിടന്ന് ഓടിച്ചാടി നടക്കുന്നത്, ഭ്രാന്ത് പിടിച്ച് ഉന്മാദ രോഗികളുടെ പോലെ. അവർക്കാണ് ചൊറിച്ചലും കടിച്ചലും. ഇത് അവർക്ക് മാത്രം വരുന്ന ക്രിസ്ത്യാനികൾക്ക്, പള്ളിക്കാർക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനം അത് ചിന്താവിഷയമാണ് വാസ്തവത്തിൽ. സാധാരണ ക്രിസ്ത്യാനിക്ക് FCRA അതിൻ്റെ ഫുൾ ഫോം അറിയില്ല. അത് വരികയോ വരാതിരിക്കുകയോ ഇതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അതിൻ്റെ പേരിൽ യാതൊരു വേവലാതിയുമില്ല. പള്ളിയിലെ നേർച്ചക്കാശോ കുർബാന മുടക്കോ FCRAയുടെ പരിധിയിൽ വരുന്നേയില്ല. പിന്നെ ആർക്കാണ് ഈ വിഷമം? വിദേശത്തു നിന്ന് കോടികൾ വാങ്ങി വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അവരുടെ നേതൃത്വത്തിലും അത് അവരുടെ പ്രശ്നമാണ്, വിശ്വാസി സമൂഹത്തിൻ്റെ പ്രശ്നമല്ല. വാസ്തവത്തിൽ പള്ളിക്കാരും പട്ടക്കാരും വെളുത്ത ലോഹയിട്ടുള്ള ചെകുത്താമര ഇങ്ങേയറ്റം വരെ അങ്ങേയറ്റം വരെയുള്ളവർ അവരാണിതിൻ്റെ വക്താക്കൾ. അവരാണ് ഭയപ്പെടുന്നത്. സത്യസായി ട്രസ്റ്റ്, പിന്നെ മാതാമൃതാനന്ദമയി ട്രസ്റ്റ്, രവിശങ്കർ ശ്രീ രവിശങ്കർ അവറുകളുടെ ഗുരുജിയുടെ ആർട്ട് ഓഫ് ലിവിങ് സംസ്ഥാപനം, ഇസ്കോണ്, അവർ ജൈന ട്രസ്റ്റുകൾ വേണ്ടത്രയുണ്ട്, സിഖ് ഗുരുദ്വാര കമ്മിറ്റികൾ, അതുപോലെ തന്നെ മുസ്ലിം ചാരിറ്റികൾ. ഇവരെല്ലാവരും ലോകമെമ്പാടും ഈ ചാരിറ്റി നടത്തുന്നവരാണ്.
വിദ്യാഭ്യാസം, ആതുര സേവനം, ദുരിതാശ്വാസം എല്ലാം അവർ ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോയി പ്രാർത്ഥനകളും യോഗകളും നടത്തുന്നുണ്ട്. കോടിക്കണക്കിന് വിദേശ ഫണ്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ അവർക്ക് FCRA വരുന്നു കേൾക്കുന്ന സമയത്ത് അവരാരും തല കൊണ്ടുപോയി ചുമരിലിടിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അവർ കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കുന്നു, ഓഡിറ്റ് ചെയ്യുന്നു, നിയമം അനുസരിക്കുന്നു. നിയമം അനുസരിക്കുന്നതിന് പിന്നെ എന്തിനെയാണ് പേടിക്കേണ്ടത്? നിയമം വളരെ ലളിതമാണ്. നിങ്ങൾ വാങ്ങുന്ന പണം, നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾ വാങ്ങിക്കോളൂ. എന്തിനും പണം ആവശ്യമാണല്ലോ. ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനം നടത്താൻ വിദേശത്ത് നിന്ന് പണം വരുന്നതിൽ ഇന്ത്യ ഗവൺമെൻറ് എന്തിനാണ് ദുഃഖിക്കുന്നത്? അവരെന്തിനാണ് സങ്കടപ്പെടുന്നത്? ആയതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള FCRA നിയമം അതീവ ലളിതമാണ്. എന്താവശ്യത്തിന് പണം വാങ്ങുന്നോ അത് അതിന് തന്നെ ചിലവാക്കണം. വരുന്നത് എത്രയാണ്, എവിടെ നിന്ന് വരുന്നു, എന്താവശ്യത്തിനാണ് ചിലവഴിക്കാൻ പോകുന്നത്, അതേ ആവശ്യത്തിന് തന്നെയാണോ ചിലവഴിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് FCRA. കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കണം. ലൈസൻസ് കാലാകാലം പുതുക്കണം. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ഭേദഗതിയിൽ NGOകളുടെ നേതൃത്വത്തിന് കൂടുതൽ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുകയാണ്. ഒന്നുകൂടി പിടുത്തം കൂട്ടിയെന്നർത്ഥം. തേഞ്ഞു പോകുന്ന ചങ്ങല, ഇപ്പം അത് ചങ്ങല പൊട്ടും, ഞാൻ രക്ഷപ്പെടുന്നു കരുതിയിരിക്കുമ്പോഴാണ് പുതിയ ചങ്ങല വരുന്നത്. ചങ്ങലയേ വരുന്നുള്ളൂ, വേറൊന്നും വരുന്നില്ല. പുതിയ ലൈസൻസ് നഷ്ടപ്പെട്ടാൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് സൃഷ്ടിച്ച സ്വത്തുക്കൾ സർക്കാർ മേൽനോട്ടത്തിലാകും. പിന്നീടത് ആശുപത്രി, സ്കൂൾ, പൊതുപ്രയോജനത്തിന് ഉപയോഗിക്കും. ഇതിനെന്താ തെറ്റ്? എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുക? കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കാതിരിക്കുക, ഓഡിറ്റിംഗ് നടത്താതിരിക്കുക, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുക, അതുവഴി ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും ബോധിപ്പിക്കേണ്ട അവരുടെ ഇതിലും ഓഡിറ്റിംഗ് നടത്തുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലൈസൻസ് നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടാമത് പുതുക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കണക്ക് തന്നിട്ടില്ലല്ലോ, ഇതിൻ്റെ കണക്ക് തന്നിട്ടില്ലല്ലോ, അതിൻ്റെ കണക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ബബ്ബ എന്ന് പറയുന്നവരുടെ ലൈസൻസാണ് നഷ്ടപ്പെടുന്നത്. ഒരിക്കൽ ആ ലൈസൻസ് നഷ്ടപ്പെട്ടാൽ രണ്ടാമത് അവർക്ക് ലൈസൻസ് കിട്ടില്ല. ആ ലൈസൻസിൻ്റെ പേരിൽ അവർ സമാഹരിച്ച തുകയും അത് വെച്ചുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ മുഴുവൻ ഗവൺമെൻറ് മേൽനോട്ടത്തിൽ വരും. അവരത് പിന്നീട് സ്കൂള്, ആശുപത്രി, പൊതുപ്രയോജനത്തിനായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നൊരു ആരോപണം കേട്ടപ്പോൾ ജോൺ ബ്രിട്ടാസും സംഘവും പാഞ്ഞുപോയി. പക്ഷേ അതേ ഛത്തീസ്ഗഡിൽ മലയാളി വൈദികരായിട്ടുള്ള വർഗീസ് ചാക്കോ, അജിത് മത്തായി എന്നിവരെ ED അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതെന്താ അങ്ങനെ? ആരോപിക്കപ്പെട്ട കുറ്റം നക്സൽ പ്രദേശമായിട്ടുള്ള ബസ്തറിലെ ATMൽ നിന്ന് 6.4 കോടി രൂപ പിൻവലിച്ച് മാവോയിസ്റ്റുകൾക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. 6 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വർഗീസ് ചാക്കോ, അജിത് മത്തായി, അമേരിക്കക്കാരൻ മിക്ക മാർക്ക്, അസാംകാരൻ ബബ്ലു കുർമി, മൈസൂർകാരൻ സുപ്രീം ജോയ് എന്നിവർ. ഇവരെല്ലാവരും തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ ട്രൂയിസ്റ്റ് ബാങ്കിൻ്റെ 24 ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ ATMൽ നിന്ന് 92.55 കോടി രൂപ പിൻവലിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനമായതുകൊണ്ട് UAPA ഊപ്പ ചുമത്തി എന്നാണ് അധികൃതർ പറയുന്നത്. മാവോവാദികൾക്കും മണിപ്പൂരിലെ വിഘടനവാദികൾക്കും ആന്ധ്ര, ഒറീസ എന്നിവിടങ്ങളിലെ നക്സലേറ്റുകൾക്കും പണം പോകുന്നത് ഇത്തരം NGOകളിൽ നിന്നാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. FCRA നേരത്തെ കൊണ്ടുവന്നു. ഇവരെ പൂട്ടാൻ ഒരു ശക്തമായിട്ടുള്ള ഗവൺമെൻറ് നേരത്തെ ഇല്ലാതെ പോയി. നേരത്തെ കൊണ്ടുവന്ന് നേരത്തെ അവരെ പൂട്ടാൻ അങ്ങനൊരു സർക്കാർ ഇല്ലാതെ പോയി. ഇനി മനപ്പായസമൊക്കെ മടക്കി വെച്ച് മര്യാദക്കാരനായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ FCRA എന്നല്ല, നമ്മളുടെ എന്തായാലും പറയുക, നമ്മളുടെ ആൽഫബറ്റിൽ ഏതാണ് ABCDEFGH എന്ത് തന്നെ വന്നാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംഗത പാലിച്ചിരിക്കാൻ അവർക്ക് കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ ഇവരകത്തു പോകും.
അമേരിക്കൻ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശിക്കുന്ന പശ്ചാത്തലത്തിൽ FCRA ഭേദഗതി മുന്നോട്ട് വെച്ചത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ ഫണ്ടുകളുടെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില NGOകൾക്ക് എതിരായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കൻ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ ന്യൂഡൽഹി നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ആഗോള സുരക്ഷയിൽ ചേർന്ന് പ്രവർത്തിക്കാം. പക്ഷേ ഇന്ത്യയിലെ മതപരമായിട്ടുള്ള കാര്യങ്ങളും NGO ഫണ്ടിങ്ങും ഇന്ത്യയുടെ പരമാധികാര പരിധിയിലുള്ള ആഭ്യന്തര കാര്യങ്ങളാണ്. പുറം ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ല. ഒരിക്കൽ എന്തോ ഒരു കാര്യമായിട്ട് ഉടക്കിയ സമയത്ത് ജയലളിത അന്ന് മുഖ്യമന്ത്രിയാണ്, തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റലി എന്ന രാജ്യത്തിലെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പരമാധികാരിയായിട്ടിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് ഇവിടെ ഇടപെടാൻ എന്താ അവകാശം? ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന് അറുത്തുമുറിച്ച് പറയേണ്ടി വന്നൊരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് അവർക്കതിനെ പറയേണ്ടി വന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ പുറം ശക്തികൾക്ക് ഇടപെടാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. വിദേശ ഫണ്ടുകൾ ഇന്ന് ഭാരതത്തിന് നിർബന്ധമില്ല. ഇവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്നൊക്കെ അന്യരാജ്യങ്ങൾ പ്രചരിപ്പിച്ച് പണം തട്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി തിന്നു കൊഴിക്കുകയും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇവരെ നിലയ്ക്ക് നിർത്താൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിയുന്നുണ്ട്. അന്യരാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പരിപാടി അത് നിർത്തിയേ മതിയാകൂ. ഇനി ഇതുപോലുള്ള പണം ഉപയോഗിച്ച് നക്സലേറ്റുകളെ വളർത്തി, മാവോവാദികളെ വളർത്തി, അവരെ ഉപയോഗിച്ച് ആദിവാസി മേഖലയിലെ വികസനത്തെ തടഞ്ഞ് ആ പാവങ്ങളെ പട്ടിണി കിടത്തി പിന്നീട് അവരുടെ വിശപ്പ് മാറ്റാൻ മാലാഖമാരുടെ വേഷത്തിൽ പോയി മതം മാറ്റുന്ന കലാപരിപാടി ഇനി നടക്കില്ല. ഈ രാജ്യത്തെ വിഭവശേഷി കൊണ്ടുള്ള വിദ്യാഭ്യാസ, ആതുര സേവന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന NGOകൾക്ക് FCRA ഒരു പ്രശ്നമല്ല, ഇപ്പോഴും അതൊരു പ്രശ്നമല്ല. കണക്ക് കൊടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പാവങ്ങളെ സഹായിക്കൽ എന്ന പേരിൽ സ്വന്തം കീശ വിറിപ്പിക്കുന്ന ഏർപ്പാടിൽ നടക്കില്ല. അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പണിയെടുത്ത് ജീവിക്കാൻ മടിയുള്ളവർക്ക്, വിയർപ്പിൻ്റെ അസ്വസ്ഥതയുള്ള സൂക്കേടുള്ള ആളുകൾക്കെതിരെയാണ് വാസ്തവത്തിൽ ഈ നടപടി വരുന്നത്. ഒരു രാജ്യത്തേക്ക് വിദേശത്തു നിന്ന് കണക്കില്ലാതെ പണം ഒഴുക്കി എന്തും ചെയ്യാമെന്നൊരു കാലം BJP വന്നതോടുകൂടി അസ്തമിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും FCRA ഭേദഗതി അത്യന്താപേക്ഷിതമാണെന്ന് വന്നിരിക്കുകയാണ്. ഇത് നടപ്പാക്കുക തന്നെ വേണം. പ്രാർത്ഥന കൊണ്ടോ കൂട്ടനിലവിളി കൊണ്ടോ പ്രാഗിയത് കൊണ്ടോ ഈ നിയമം മാറില്ല എന്നറിയുക. അവസാനം ഒന്ന് മാത്രമാണ് ഇവരോട് ചോദിക്കാനുള്ളൂ. കണക്ക് ചോദിക്കുമ്പോൾ കുരു പൊട്ടുന്നത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കോ അതോ കള്ളക്കണക്ക് എഴുതുന്നവർക്കോ? ഇതാണ് ചോദ്യം ചെയ്യാനുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ച മലയാളി വൈദികരെ രക്ഷിക്കാൻ ഓടാത്തവർ കന്യാസ്ത്രീ വിഷയം മാത്രത്തിൽ ഓടിയത് എന്തുകൊണ്ടാണ്? അമൃതാനന്ദമയി ട്രസ്റ്റ്, രവിശങ്കർ, ഇസ്കോൺ, സത്യസായി ട്രസ്റ്റ്, ജൈന, സിഖ്, മുസ്ലിം ട്രസ്റ്റുകളും കണക്ക് കൊടുത്ത് ജീവിക്കുമ്പോൾ മറ്റു ചിലർക്ക് മാത്രം നിയമം പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക. നിയമം അനുസരിക്കുന്നവന് പേടിക്കേണ്ട ആവശ്യമില്ല. നിയമം ലംഘിക്കുന്നവൻ പേടിച്ചേ മതിയാകൂ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം നിങ്ങളെ രക്ഷിക്കും. അല്ലെങ്കിലോ